കണ്ടവാനും കണ്ണുനീരുമായിട്ട് പറ്റും. എനിക്ക് വേണ്ടിയിട്ടൊന്നുമില്ല. ചെറിയ കളമ്പ എത്തിച്ചാൽ മതി. ആരെങ്കിലും ഏറ്റിട്ട് വീഡിയോ പോയാൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ പുള്ളി ഏതാ? അതൊന്നും മനസ്സിലായി. അതെപ്പോഴും പറയുന്നല്ലോ, കേട്ട് അടുത്ത് വേറെ മാറ്റി പറ. മനസ്സിലായിട്ടുള്ളതാകും. എന്നാണ് പറഞ്ഞ മൃഗങ്ങളാണ് ഇവിടെ എല്ലാരും. അല്ലാത്തവർക്കൊക്കെ അങ്ങനെയൊന്നും വെച്ചിട്ടില്ലല്ലോ. പറ്റത്തില്ലല്ലേ? നമ്മ എലിക്കുട്ടിയമ്മ കഞ്ഞിയൊന്നും കുടിക്കുന്നുണ്ട്, ജ്യൂസ് കുടിച്ചു പോയി. അതുകൊണ്ട് കഞ്ഞി വേണ്ട. പിന്നെ ഇച്ചിരി പഴമൊക്കെ തിന്നു, സപ്പോർട്ട് തിന്നു, വാഴപ്പഴം തിന്നു. ചൂടത്ത് അതൊക്കെയാ നല്ലത്. എലിക്കുട്ടിയമ്മ എന്നാ കഴിച്ചതെന്നൊന്ന് പറഞ്ഞേ. എലിക്കുട്ടിയമ്മ ഇല്ലേ, എന്തൊക്കെയാ കഴിച്ചത്? ഞാൻ ഇംഗ്ലീഷിൽ പറയണം, മലയാളം ഒന്നും പിടികിട്ടുന്നില്ല. നീ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ? അമ്മ എന്നാ കഴിച്ചേന്ന്. സാധാരണ കഴിക്കണ ഇന്ന് സാധാരണ കഴിക്കുന്ന കഞ്ഞി കുടിച്ചോ? അല്ലാതെ അതിനായിട്ട് പ്രത്യേകിച്ച് വല്ലതും ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഇപ്പം എന്നാക്കി കഴിച്ചേ? എല്ലാം കഴിച്ചോ? ഇപ്പൊ വല്ലതും കഴിച്ചോന്ന്? പിന്നെ മൂത്രം ഒഴിക്കണേ? മൂത്രം ഒന്നുമില്ല. അതിനാ ഒഴിക്കണ്ടായി. ഒഴിക്കാനുള്ളല്ലേ? ചൂടായിട്ട് പറ്റിപ്പോയിരിക്കും. ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നിട്ടുണ്ടല്ലേ? വഴിയില്ലേ? വഴിയിലാരെ കാണുന്നത് എപ്പോഴും ഈ ചൂടത്ത്. മൊത്തം പൊള്ളി പോവും. ഇതിനാ വഴി വന്നിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, കയ്യിലും പൊള്ളും. അതിനാ അമ്മയുടെ അസുഖം കുറഞ്ഞ പിന്നെ അമ്മ എന്ന് വീട്ടിൽ പോക്കാം. എപ്പോഴും പറയാൻ തോന്നി വീട്ടിൽ പോവാ. വീട്ടിൽ നിന്ന് പോരാനാ വിഷമം? വീട്ടിൽ നിന്ന് പോരാൻ എന്നാ വിഷമം? വീട്ടിൽ നിന്ന് പോരാൻ എന്നതാ വിഷമെന്ന്? വീട്ടിലോട്ട് പോവുകയും വരികയൊക്കെ ചെയ്യാൻ പോയി കിടക്കണം. അതിന് വേണ്ടി കുത്തിയിരിക്കുന്ന കുട്ടി കിടക്കാനല്ലേ? തന്നെ പോയി കിടക്കിയതാ. കിടക്കണ്ടേ, ഉറങ്ങണ്ടേ, മയങ്ങണ്ടേ? എന്നിട്ട് പൊന്നെ പോകാത്തേ, പിന്നെ പോയി കിടക്കാത്തേ? കട്ടിലേ മയങ്ങാൻ പോകാത്ത എന്നാന്ന്? തന്നെ മയങ്ങാൻ മടിയല്ലേ? പോകാൻ വല്ലവരും വരുമല്ലോ അറിഞ്ഞിട്ടാ. ആരും വരികയല്ല. ഒരാളിനെ അത് പ്രതീക്ഷിക്കണ്ട. എങ്ങോട്ട് പോകാനാ? വീട്ടിൽ പോവാൻ. വേറെ വീടൊന്നുമില്ല. ഈ വേറെ വീട്ടിലോട്ടൊന്നും പോകാനില്ല. ഈ വീടൊക്കെ ഉള്ളു, വേറെ വീടൊന്നുമില്ല. വേറെ വീടൊന്നുമില്ലെന്ന്, ഈ വീടേ ഉള്ളെന്ന്. വേറെ വീടൊന്നും ഇല്ലെന്ന്, ഇതേ ഉള്ളെന്ന്. ആൾക്കാരാ? നമുക്കെന്നെ അമ്മയല്ലേ പറഞ്ഞ അമ്മയ്ക്ക് വീട്ടിൽ പോണെന്ന്. അതുകൊണ്ട് ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞതാ. ഒന്നോ രണ്ടോ പേരുമല്ലോ നമ്മുടെ വീട്ടിലുള്ളവരുണ്ടെങ്കിൽ അത് അവരവിടെ കാണും. അല്ല അവര് വേറെ സ്ഥലത്തായിരിക്കും. അങ്ങോട്ട് പോയാൽ മതി. ഇല്ലാത്തൊന്നും നോക്കേണ്ട കാര്യമില്ല. അതിനും തലവേദനയാന്നാ പറഞ്ഞേ. അതിനെ വിളിച്ചുകൊണ്ട് പോയി കിടന്നു അമ്മയുടെ കൂടെ. അപ്പുറത്തെ കെട്ടിലൊന്നും കൊണ്ട് കിടത്തിക്കും. അമ്മയ്ക്ക് കൂട്ടുവാകും, അതിന്റെ തലവേദനയൊന്നും മാറും ഒന്ന് മയങ്ങി കഴിയുമ്പോ. അമ്മയുടെ അടുത്ത് കിടക്കുന്ന കട്ടിലേ അതും വന്ന് കിടന്നോട്ടെ. അപ്പൊ അതിന്റെ തലവേദനയും മാറും, അമ്മയ്ക്ക് കൂട്ടുവാകുന്നു. കൂട്ടിക്കൊണ്ട് വെക്കോ. കട്ടിലെ കിടക്കാൻ ഞങ്ങൾക്ക് ഇപ്പൊ ഇനിയിപ്പോ വീട്ടിലോട്ട് പോവില്ലേ? അത് സാരല്ല, ഒന്ന് മയങ്ങിയിട്ട് പോയാൽ മതി. ഈ വെയിലത്ത് പോകണ്ട, വാടിപ്പോവും. ഞങ്ങൾക്ക് കഴിഞ്ഞാൽ സമയം വേണം. പോയി കിടന്നോട്ട് ഒന്ന് മയങ്ങിയിട്ടൊക്കെ പോയാൽ മതി. പൊക്കോ. രണ്ടും കൂടെ ഒന്ന് പോയി കിടന്ന് മയങ്ങുക. ഞാൻ വിളിച്ചേക്കാം പോകേണ്ട സമയമാകുമ്പോ. പോകേണ്ട സമയമാകുമ്പോ വിളിച്ചേക്കാം. ഇവിടെ വേഗം ചക്കയാണ്. അവിടെയൊക്കെ ചക്കയൊന്നുമില്ല. അരിക്കുട്ടിയമ്മയ്ക്ക് ചക്ക വേണോ? അങ്ങനെ പലതും തോന്നുന്നു. ചക്ക വിരിഞ്ഞ് വന്നേ ഉള്ളൂ. പഴയ സമയം കാലത്ത് ഉണ്ടാക്കി വെച്ചാൽ മയങ്ങുന്നുണ്ടോ? എലിക്കുട്ടിയമ്മ മകനും ഈ വണ്ടി കിടക്കാതെ പറ്റുമോ? അങ്ങനെ പോയി മയങ്ങി കൂട്ടിക്കൊണ്ട് പോകും. രണ്ടുപേരും കൂടെ പോയി മയങ്ങേ. രണ്ടുപേരും കൂടെ പോയി മയങ്ങ. കൈ പിടിച്ച് കൊണ്ടോ? കൈ പിടിച്ച് ഞാൻ കിടന്നാലൊന്നും അമ്മ കിടക്കില്ല. അമ്മ ഇവിടെ നിന്നായിട്ട് ഓടും. ആണുങ്ങൾ വന്ന് കൂടെ കിടക്കണം പറഞ്ഞ് അമ്മയായിട്ട് ഓടും. അല്ല വീട്ടിൽ അവര് വരും. പിന്നെ അല്ല അമ്മയാണോ ജോമാണോ കൊണ്ടയാക്ക്. കൈ പിടിച്ചേ വാ കിടക്കാൻ പോകാന്ന് പറഞ്ഞു. വാ ഒന്ന് കൈ പിടിച്ചേ.
കൈ കൊടുക്ക അമ്മയ്ക്ക്. ആ ബാ കിടക്കാൻ പോകാം ബാ അതിന്റെ കിടക്കാൻ പോകാം. കിടക്കാൻ. കിടക്കാൻ ആ കിടക്കാൻ കിടന്നു ഒന്ന് മയങ്ങണ്ടേ? അവർക്ക് കിടക്കാറായി ക്ഷീണമല്ലേ, മയങ്ങണ്ടേ? എലിക്കുട്ടിയമ്മ കിടക്കണ്ടേ? ഓട്ടറായ പോകുന്നത് എലിക്കുട്ടിയമ്മ കിടക്കണ്ടേ? ഏ ഓരോ സ്ഥലത്തേക്ക് പോകണമല്ലോ. ആ അതെ നീ എലിക്കുട്ടിയമ്മയ്ക്ക് മയങ്ങണ്ടേ? എലിക്കുട്ടിയമ്മയ്ക്ക് മയങ്ങണ്ടേ? അല്ലല്ലോ ഇപ്പൊ ഉം? ഇപ്പം വീടും ആൾക്കാരൊക്കെ പ്രത്യേകിച്ച് ഉം. മനസ്സിലാക്കിക്കൊണ്ടല്ലോ ആണോ പോകണം. പോകണമല്ലേ? പിന്നെ ആ പഴയ പോലെയൊന്നും പറ്റിയില്ല. മയങ്ങാൻ വരുന്നുണ്ടോ? മയങ്ങാൻ വരുന്നുണ്ടോ? വയനാട് ജോമോനൊന്ന് മയക്കാൻ കൊണ്ടുപോക്കെ. ഞാൻ വരികയായിരുന്നു വിളിച്ചായിരുന്നു. ചെല്ല മയങ്ങാൻ കൊണ്ടുപോവാന്ന്. ഇങ്ങോട്ട് കാര്യമില്ല. മയങ്ങാ. എന്നാ വാ മയങ്ങ. വേറെ ആൾക്കാർ വരുവാണ്, വേറെ ആൾക്കാർ വരുവാണ് പോകണ്ടേ? അന്നൊക്കെ പോകാന്നേ. വാ ഇപ്പൊ ഇച്ചിരി ഒന്ന് മയങ്ങ. വാ. എന്താ അന്നത്തേനും അവര് വന്ന് വിളിക്കട്ടെ. കിടക്കാൻ പറ്റിയ ഞാൻ കിടക്കാൻ പോവാ. വരുന്നുണ്ടോ? ഭയങ്കര വെയില. അതാ പക്ഷെ വെയിലത്ത് പോയ വാടി പോകും. വാ, മയങ്ങ. ചൂടാണ്. മയങ്ങുന്നുണ്ടോ? ഇനി ഓർക്കാൻ വരുവാ. എന്നാ വാ. വാന്നേ വാ. സമയം പോണു. ഞാൻ ഏക്കാൻ വേണേ? പിടിക്കണം. അല്ലെ മൂത്രം ഒഴിപ്പിച്ചേച്ച് കിടക്കേക്കാം. വാ. ഇന്ന് മൂത്രം ഒഴിച്ചിട്ട് കിടക്കാം. ആ മൂത്രം ഒഴിക്കാം, നമുക്ക് പോകാം. മൂത്രം പോയില്ലേ? മൂത്രം ഉണ്ടായിരിക്കും. ഞാൻ നോക്കി. കിടന്നോ? ഇല്ലേ? മയങ്ങിക്കം വരാം. ചൂടായിട്ട് ഉറക്കം വരുന്നില്ല കിടന്നിട്ട്? ഇപ്പം ചൂടായതോ മോനെ, കിടക്കാൻ പറ്റത്തില്ല. ശരിയാ, രാവിലെ കിടന്നപ്പോ സുഖം ഉണ്ടായിരുന്നു. ചൂടായതാ. പക്ഷെ പണ്ടുള്ള ക്ഷീണം പോലെയുള്ള തളർച്ച ഇപ്പൊ ഇല്ല. ആ മണ്ണ് കഴിഞ്ഞ വർഷമൊക്കെ ഈ ചൂടത്ത് എന്തൊരു തളർച്ചയായിരുന്നു അറിയാം. അപ്പൊ ഇല്ല ഇപ്പൊ. എലിക്കുട്ടി അങ്ങനെ വൈകുന്നേരത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കിടന്ന് ഭയങ്കര പ്രാർത്ഥനയാണ് കേട്ടോ. പ്രാർത്ഥനയിലാണ്. ഒച്ച കുറച്ച് ഇല്ലേ നല്ലതാ. സ്വർണാലയമേ, വാഗ്ദാനത്തിന്റെ പേടകമേ, ആകാശമോളത്തിന്റെ വാതലേ, വൃക്ഷകാലത്തിന്റെ നക്ഷത്രമേ, രോഗിയുടെ സ്വസ്ഥാനമേ, നിങ്ങൾ എന്തിനാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിട്ടാണ്. നിങ്ങൾ എന്തിനാ ഇനി ഏറ്റു പറയണം? ഞങ്ങളൊന്നും ഏറ്റു പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്താൽ മതിയെന്നു. ഞങ്ങൾ ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യും. അത് മതിയെന്നേ. അങ്ങനെയാ ചെയ്യേണ്ടത്. ഒച്ച കുറച്ച് എല്ലാവരെയും പറയാനുള്ളൂ. അല്ലാതെ ഇപ്പൊ ഓരോരുത്തരും മുന്നോട്ട് പാടി അവരെ പാറ്റിക്കൊണ്ട് നിന്ന് അതും ഇതും പറഞ്ഞ് അവരെ വെറുപ്പിക്കണം. അത് കൊള്ളിയല്ല. നമ്മൾ തന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. എലിക്കുട്ടിയമ്മയുടെ ഒച്ച കുറച്ച് ഭയങ്കര ഒച്ചലല്ലേ ചെയ്യേണ്ട കാര്യ അതൊക്കെ അതെ. പൊതുവെ അതിന് പിന്നെ ഇത്ര വിഷമിക്കണം. ഒരു വിഷമിക്കേണ്ട കാര്യം ജലിക്കൂ. അതിന് പറ്റുന്ന പോലെ ചെയ്തോണ്ടിരിക്കണം. ഒച്ച കുറച്ച് ചെല്ലിയാമെന്നാ പറഞ്ഞു. ഇത്ര ഒച്ചത്തിൽ ചെല്ലിയേ എല്ലാവരും കുറെ പേരെ കുറ്റം പറഞ്ഞേച്ചും അവിടെ തൊട്ട് ഇവിടെ തൊട്ട് ഇന്നത് ശരിയാവോ? ചെയ്യുന്നത് അത് ഫലമായി കിട്ടത്തക്ക പോലെ ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോയോടൊക്കെ കാഴ്ച വെക്കണം. പറഞ്ഞു കൊടുക്കങ്ങോട്ട്. പറഞ്ഞു കൊടുക്കാനേ. അല്ല നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മൾ ചെയ്യണേ. അതൊക്കെ ഈശോയ്ക്ക് അവർക്ക് മനസ്സിലാക്കണം. അവര് വേണ്ട അതിന്റെ പ്രത്യേകം ചെയ്യാൻ. നന്ദമില്ല ബന്ധമില്ലാതെ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേച്ചും ആരുടെങ്കിലും പുറകെ പോയച്ചാ അതുകൊണ്ടൊന്നും കാര്യമായില്ല. എല്ലാം പൂർത്തിയായിരുന്നോർക്കൊണ്ടാ. അത് അവധിയല്ല. ഉപദേശം കൊടുത്തില്ല. ഇന്ന് ഒരു പഴം തിന്നോ? അതുകൊണ്ട് കഴിയുവാണ്. ഇടയ്ക്ക് ഒരു ഉപദേശമൊക്കെ ഇങ്ങനെ കൊടുക്കണം. അതിന്റെ കൂടെ വെക്കാം. ആരുടെ? നീ അതിന്റെ മറ്റേ പ്രദർശനം പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിക്കാൻ നമുക്ക് ചായ കൊടുക്കണ്ടേ? അതിന് കടിയായിട്ട് കൊടുക്കാതെ. ഇപ്പഴല്ല പ്രാർത്ഥന, നമുക്ക് 3-4 മാസം കൂടെ കഴിയണം നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന. പ്രാർത്ഥന വെച്ചേക്കണം. പ്രാർത്ഥന വെക്കും. വെള്ളവും ഒക്കെ അതൊക്കെ കൊടുക്കും. നമ്മള് ചായയും കടിയും കൊടുക്കും. എല്ലാം ഉണ്ടാക്കി വെക്കാം. ഇത് തിന്നോ? ഇത് തിന്നോ? ഇപ്പൊ മേടിച്ചോണ്ട് വന്നതാ. ഇതിപ്പൊ മേടിച്ചോണ്ട് വന്നതാന്നേ. അമ്മയുടെ മകൻ തിന്ന അമ്മയ്ക്ക്. അല്ല അതിനുണ്ട്. ഇത് അമ്മയ്ക്ക് തിന്നെ. തിന്നു. എനിക്ക് വേണ്ട. തിന്നിട്ട് പ്രാർത്ഥിക്കാം. ഇല്ല ഇല്ല എനിക്ക് വേണ്ട. അത് കൊടുത്തല്ല അവർക്ക് കൊടുത്തു. അത് ഉണ്ടെന്നേ. എനിക്ക് വേണ്ട. സ്ട്രോങ് ആണല്ലോ.
എനിക്ക് വേണ്ട. ദേ ഇവിടെ ഉണ്ട്, വാ. നീ തിന്നത്തില്ല. അയ്യോ അത് ഇന്നാന്നേ. ഇതിനൊക്കെ ഒരു സമയം ആ സമയം കഴിഞ്ഞാൽ തിന്നാം. അമ്മ സമയമൊന്നും കഴിഞ്ഞിട്ടില്ല. അയ്യോ എനിക്ക് വേണ്ട. നേരം വെക്കാൻ തന്നെയല്ല. അയ്യോ ഉപവാസാണോ? ഉപവാസാണോ? ഇപ്പം ചായ റസ്ക് കഴിച്ചിട്ടങ്ങ് പോയതേ ഉള്ള. ഞാൻ പഴം കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ആ പ്രാർത്ഥന എന്നാ ഇത് കഴിക്കുക. ഭയങ്കര ചൂടാ. പാലിട. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. ഈന്തപ്പഴം കൊടുത്തോ? ഞാൻ 4 കൊടുത്തോ? 1 വെച്ചിട്ടുണ്ട് പൊതിഞ്ഞു കെട്ടി. തലേണയുടെ അടിയിൽ വെച്ചിരുന്നു അമ്മയുടെ. ഞാൻ എടുത്തിങ്ങോട്ട് മാറ്റിയതാ. അതൊക്കെ മേടിച്ച് പ്രാർത്ഥിക്കാം. ഏത് അവിടെ വെച്ചേക്കുന്നത് അതൊക്കെ പ്രാർത്ഥനയ്ക്കായിട്ട് ഇത് കലണ്ടറാ. ഇത് കലണ്ടറല്ലേ? അതൊക്കെ പ്രാർത്ഥിക്കാൻ. അവിടെ മാതാവിനെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. അതെടുത്തോണ്ട് പോയി വെച്ചതാ. ആണോ? മുത്തിയമ്മേനൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. അവിടെയാ പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഇവിടെ അവിടെ ഇവിടെ അവിടെ ഇവിടെ എങ്ങോട്ട് വേണേലും നോക്കാം. കിഴക്കോട്ടും പടിഞ്ഞാട്ടും. അത് തെക്കാ. അത് വടക്കാ. പ്രതികാല എടുക്കണം. ഇതുവല്ലോ അറിയാവോ? ഇതിലൊന്നും അറിയത്തില്ല. പറഞ്ഞു കൊടുക്കമ്മേ. കല്ലപൂലും വലിച്ചെറിയാനല്ല. പറഞ്ഞൊക്കെ മനസ്സിലാക്കി കൊടുക്ക്. എത്ര പേർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണെന്ന് അറിയാവോ? അല്ല 1-2 പേർക്ക് വേണ്ടിയിട്ടുള്ളതല്ല അല്ലേ? 1-2 പേർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ലോകം മുഴുവൻ വേണ്ടിയിട്ടുള്ളതല്ലേ അമ്മ? 1-2 പേർക്ക് വേണ്ടിയുള്ളതല്ലല്ലോ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞാലും ഇപ്പം തിരിയത്തില്ലാതായോ? അമ്മ എനിക്ക് വേണ്ടിട്ടല്ലേ? അമ്മയ്ക്ക് വേണ്ടിട്ടാണോ? എനിക്ക് വേണ്ടിട്ടൊന്നുമില്ല. എല്ലാവർക്കും വേണ്ടിട്ടാ. പൊതുവെയാ. പൊതുവെയാന്നേ. എന്നെക്കാളും കാര്യമായിട്ട് എത്ര പേര് വേറെ ഉണ്ട്. കണ്ടവാനും കണ്ണുനീരുമായിട്ടിരിക്കും. അവരുടെയൊക്കെ മനസ്സിലാകണം. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. അതൊക്കെ ഓരോരുത്തരും ചെയ്യുന്നതിന്റെ ഫലം ഓരോരുത്തർക്ക് കിട്ടണം. അല്ലെങ്കിൽ വിഷമമുണ്ട്. അതൊക്കെ അറിയോ? ഓരോ സമയത്ത് ഓരോ ഉപദേശങ്ങൾ. എന്റെ ദൈവമേ, എന്നാ കഴിക്കാം. ഇത്രയും പറഞ്ഞതല്ലേ, ഇനി കഴിക്കും. എനിക്ക് വേണ്ട. അയ്യോ ഞങ്ങള് കഴിക്കാൻ പോവാ. ഞാൻ കിടക്കാൻ പോവാ. അയ്യോ ഇല്ല ഇല്ല വാ. വേണ്ട. അയ്യോ എനിക്ക് ഇനി വേണ്ട. ഇത് ഭയങ്കര കണക്കുണ്ടാക്കാം. കണക്കിന് മാത്രം. ഇത് കണക്കിനാന്നേ. കണക്കാവുള്ളൂ. ഇതും കൂടി ഒക്കെ ചെന്നാലേ കണക്കിലാവുള്ളൂ. പുഴുങ്ങിയതാണോ? പുഴുങ്ങിയതാ. പുഴുങ്ങിയതാണേലും അത് ശരിയായിട്ടില്ല. നല്ല പഴുത്തതാ. ഇത് പുഴുങ്ങേണ്ട കാര്യമില്ല. അത് തന്നെ. ഇത് തിന്നോ എലിക്കുട്ടികളേക്ക്? പ്രാർത്ഥന ചെല്ലാൻ എനർജി കിട്ടണ്ടേ? ഇനി പിള്ളേർക്കുണ്ട്, അപ്പനുണ്ട്, അമ്മയ്ക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അവർക്കൊക്കെ ഉണ്ടെന്നേ അവിടെ. അവര് കൊടുക്കാം പിള്ളേർക്ക്. അയ്യോ ഇത് അമ്മയ്ക്കാന്ന്. എനിക്ക് വേണ്ട. പുഴുങ്ങിയതാ. എനിക്ക് വേണ്ട. ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചില്ലല്ലോ. അത് വേറെ കഴിക്കാൻ പറ്റായിരുന്നോ? ജ്യൂസൊക്കെ കുടിച്ചോളല്ലേ? പഴം തിന്ന്, സപ്പോർട്ട് തിന്നില്ലേ? എല്ലാം കഴിച്ചായിരുന്നു. ഒക്കെ തിന്നായിരുന്നു. പിന്നെ റസ്ക് ഇപ്പം ചായയും തിന്നു. ഇതായിരിക്കും അല്ലെ മേടിച്ച് കഴിക്കുന്നല്ലേ? ഇരിക്കണ എടുത്തോണ്ടേക്ക് പോരുന്നോ തിന്നാൻ? ഏത്തപ്പഴം പഴമൊക്കെ നേരത്തെ എടുത്തോണ്ട് പോകാനായിരുന്നു. പ്രാർത്ഥന നടത്തിയോ? ഇനി പ്രാർത്ഥന ഇല്ലേക്ക് വന്നാ അപ്പൊ അതൊക്കെ ഒച്ച കുറച്ച് ഇല്ലാ മതി. പ്രാർത്ഥന ചെല്ലുന്നതേ ഇത്ര ഒച്ചത്തിൽ ചെല്ലുന്നോണ്ടായി ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ടാകുന്നത്. പ്രാർത്ഥന ചെല്ലുന്നതേ കണ്ടമാനം ഒച്ചത്തിലാ. അത്ര ഒച്ച വേണ്ടെന്നാ പറഞ്ഞേ. ഭയങ്കര ഒച്ചയാ. ഏലിക്കുട്ടിയമ്മ ഭയങ്കര സൗണ്ടിലാ ചെല്ലുന്നത്. ഒച്ചത്തിലാ ചെല്ലുന്നത്. ഏലിക്കുട്ടിയമ്മയ്ക്ക്. ഏലിക്കുട്ടിയമ്മയ്ക്ക് പ്രാർത്ഥന ചെല്ലുമ്പോ അതുകൊണ്ട് ഒച്ച ജാത്തി ചെല്ലിയാ മതി. അപ്പൊ ഈ ഗ്യാസും ഈ ശ്വാസം മുട്ടലൊന്നും ഉണ്ടാകില്ല. എന്നാ കാരണം? കാരണമൊന്നും ആരും ഉണ്ടാക്കണമെന്നില്ല. അതെല്ലാരും അറിയാനുള്ളവരും അറിയണം. എല്ലാരും കേൾക്കണം. എല്ലാരും മനസ്സിലാക്കണം. അതൊക്കെ ശരിയാ. അല്ലാതെ ഒതുക്കി വെച്ചോണ്ടിരിക്കാനേ കണ്ട. ഒതുക്കി വെച്ചോണ്ടല്ലേ നമ്മളെ വീട്ടിലല്ലേ ചെല്ലുന്നേ. വീട്ടിൽ ചെല്ലുമ്പോ നമ്മളെ വീട്ടിലുള്ളവർ കേട്ടാ മതിയല്ലോ. പുറത്തുള്ളവർ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അറിഞ്ഞാ പോരാ. അതൊക്കെ ശരിയാന്നേ. പൊതു കാര്യ. അത് മനസ്സിലാക്കണം. നമ്മളെ പൊതുവെ ഈശോയെ ബന്ധത്തിൽപ്പെട്ടവരും എല്ലാവരും അറിഞ്ഞിട്ട് വേണം മാറ്റിവെക്കാൻ. ഉണ്ടോ? മുക്കില്ല കേട്ടോ. പ്രാർത്ഥനയുടെ ആ ശക്തി കൊണ്ടാണ്. 1 മണിക്കൂറായെന്ന് തോന്നുന്നു. ഞാൻ വരുമ്പോൾ ഇവിടെ ചെല്ലിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചാടി ഇതെടുത്തത്. നേരത്തെ തന്നെ എന്നോട് കൂടി ചൂടാവുകയാണ് ചെയ്ത്. ഈ മുട്ടലിന്നേ ഈ ശക്തമായിട്ട് പ്രാർത്ഥന ഇങ്ങനെ ബലം ഈ ഒച്ചയെടുത്ത് ചെല്ലിയിട്ടാന്നാ പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല. ഒച്ചയെടുത്തേ പ്രാർത്ഥന ചെല്ലിയിട്ടാ ഈ മുക്കണം എന്നാ പറഞ്ഞേ. ആരും കൂട്ടിയാലേ? ഓ എനിക്ക് വയ്യ. പ്രാർത്ഥനയല്ലേ ആരും കൂട്ടിയാലേ? ഒച്ച പ്രാർത്ഥനയല്ല ഞമ്മനെ കൂട്ടത്തില്ലേന്ന് ആരും.
പ്രാർത്ഥനയൊന്നും അറിയത്തില്ലമ്മേ, അതുകൊണ്ടായിരിക്കും. അതെ. അതേനെ, പക്ഷെ ഒരു വടിയെടുത്തൊന്ന് അടിക്കണമായിരുന്നു. പ്രാർത്ഥനയൊന്നും അറിയത്തില്ലെന്ന് ചോദിച്ചു. അമ്മ ഇത്രയും നാൾ ഇവിടെ കിടന്ന് ഈ ഒച്ച കിടന്ന് ചൊല്ലിയിട്ട് ഇതിന് ഇതുവരെ അറിയത്തില്ലേ? എന്തമ്മ ഇത്രയും നാൾ ഒച്ച കിടന്ന് ഇവിടെ കിടന്ന് ഈ ചൊല്ലിയിട്ട് ഇതിന് പ്രാർത്ഥനയൊന്നും അറിയത്തില്ലേന്ന്? പിന്നെ ആരാ അറിഞ്ഞില്ല? അറിയത്തില്ലെന്നാ പറഞ്ഞേ. എന്നോട് ഇവിടെ പറയാൻ വേണ്ടല്ലോ. ആരാ പറഞ്ഞ? ഇത് പറഞ്ഞറിയത്തില്ലെന്ന്. മനുഷ്യനെ കൊണ്ട് ചെയ്തു വെച്ച് വേണം. അയ്യോ എന്റെ ദൈവമേ, ഇന്ന് ഭയങ്കര ഉടക്കാണേ. അലമ്പാ. പ്രാർത്ഥനയ്ക്ക് ഭംഗം വരുത്താൻ വന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളമ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞ് എന്തെങ്കിലും ആരെങ്കിലും നേരിട്ട് പോയാ പോരാ. ഇവിടെ ഇരുന്ന് കടമ ചെയ്യിച്ചോ മോനെ, ഓടി നടക്കാതെ. എലിക്കുട്ടമ്മ കടമ ചെയ്തോണ്ടിരിക്കുമല്ലോ, എല്ലാവരും കൊണ്ട് പ്രാർത്ഥിക്കുമല്ലേ. ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല, ഞാൻ വന്നിങ്ങനെ അടിച്ചതിനോട് ഇങ്ങോട്ട് ചാടി ചോദിക്കുക ചെയ്തേ. ആണുങ്ങളൊക്കെ വരുമ്പോൾ അവര് എല്ലാം ആയിട്ടല്ല വന്നത്, അത് മനസ്സിലാക്കണം. അതെ അതെ, ഇത് പാടുപെട്ട് പണിയെല്ലാം കഴിഞ്ഞ് മടുത്ത് വരുന്ന ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ അവർക്ക് ചെയ്യാനുള്ള മറ്റുള്ളവർ കൊടുക്കണം. ആ മനസ്സിലായോ? ആ കേട്ടോ. അല്ല നീ വേണ്ടെന്നേ എന്നെ പിടിച്ച്. നല്ല മധുരം ഉണ്ടല്ലോ വിജയനാ തിന്നുന്നതിന്. നല്ല മധുരം ഉണ്ടല്ലോ. നമ്മുടെ വീട്ടിലെയാ, നമ്മുടെ വീട്ടിലെ ഇത് നമ്മുടെ വീട്ടിലില്ലേ ഉണ്ടായതാ. അതുകൊണ്ട് അമ്മയ്ക്ക് തന്നത്, വിഷമൊന്നും ചേർക്കാത്തതാ. എന്റെ ദൈവമേ, ഒരു ചൊവയില്ല. എന്നാ ഇനി തിന്നണ്ട കേട്ടോ. ഇത്രയും നല്ല മധുരമുള്ള സാധനം തന്നിട്ട് ഒരു ചൊവയില്ലെന്നോ? മതിയായി, അതാണ് ചൊവയില്ലാതെ. നേരത്തെ ഞാൻ പോയൊക്കെ ഒന്ന് പോയത് ഇറങ്ങിയാന്നോളല്ലേ? അല്ല, കടന്നു ഷീറ്റെല്ലാം എടുത്ത് പോവയ്ക്കുമായിരുന്നു. പണികളൊക്കെ ഉണ്ട്, അതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചുട്ടിക്കൂടലൊക്കെ നേരത്തെ ചുട്ടിക്കൂട്ടുകാരുന്നല്ലോ പണ്ട്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ചുട്ടിക്കൂട്. പണ്ട് ആ ചുട്ടിക്കൂട് എന്താ മുഴുവൻ പോയി ചുട്ടിക്കൂട്ട് വെക്കില്ല. ഉണ്ടോ മുക്കണ മുക്കലേ ഉണ്ടാ ബലം പിടിച്ചിരുന്നുള്ള പ്രാർത്ഥനയിൽ ചെയ്താ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും പ്രത്യേകം ചെയ്യാനില്ല. വേണ്ടേ? ആര് പറഞ്ഞു? അതൊക്കെ നോക്കി ചെയ്യണ്ടേ? ഇടയ്ക്കിട്ടാലും ഇളക്കണ്ട. ഇടയ്ക്കിട്ടാരും ഇളക്കണ്ടല്ലേ? ആ കിടക്കണ പോലെ ഇടന്നാ മതി. പൊതുകാര്യ. ഏത് എലിക്കുട്ടിയമ്മയോ? എലിക്കുട്ടിയമ്മ പൊതുകാര്യമൊന്നുമല്ല, ഞങ്ങളുടെ സ്വകാര്യകാര്യ. എലിക്കുട്ടിയമ്മ പൊതുകാര്യമൊന്നും അല്ലെന്ന്. ഇത് പൊതുകാര്യാന്നേ. ഏത് എലിക്കുട്ടിയമ്മയോ? ഇത് എത്ര പേര് സന്ദർശിക്കാനുള്ളോ? അവരൊക്കെ ദൈവത്തിന്റെ ഒക്കെ വെളിപാടുള്ളവരാ. ആണോ? എലിക്കുട്ടിയമ്മക്കില്ലേ വെളിപാടല്ലേ? എലിക്കുട്ടിയമ്മയ്ക്ക് വെളിപാടുണ്ടോ? അത് നമ്മളെ വീട്ടിൽ വെച്ച് അതൊക്കെ നടക്കുന്നു. ആണോ? എലിക്കുട്ടിയമ്മയ്ക്ക് വെളിപാടുണ്ടോ? ചെയ്യാന്നല്ല നമ്മൾ ചെയ്യണം. ചെയ്യണോ? മറ്റുള്ളത് ഒന്നും നോക്കരുത്. ക്ഷീണാകുമ്പോ എങ്ങനെയാ ചെയ്യുന്നേ? കിടന്നു പോയല്ലേ? ചെയ്യാൻ പറ്റുമോ? ഒക്കെ വലിയ വില കൂടിയതും പറ്റും പരിശ്രമമൊക്കെ ഉള്ളതോ പരിപാടിയൊന്നും അല്ലേ ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകണം. അത് മനുഷ്യന്റെ ജീവിതത്തിന്റെ സുഖം പോലെ, പെരുമാറ്റം പോലെ. പെരുമാറ്റം പോലെയാ, അതിൻ്റെ ഉള്ള കാശ് പോലെ. ഇരട്ടി പൈസ ഒന്നും ചെലവാക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ഒരു കണക്കുണ്ട്, ആ കണക്കിന് മതി. അത് മതി. അതുകൊണ്ട് എത്ര പേര് രക്ഷപ്പെട്ടു. പിന്നെ അതാണ് ആവശ്യം. മര്യാദക്ക് ചെയ്യണ്ടേ? നല്ല പറ്റുള്ളൂ. ദൂർത്തായിട്ട് ചെയ്താൽ നടക്കുമോ? അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാനല്ല, അവർക്കത് നന്മയിലേക്കാണ്, പൊതു നന്മയിലേക്ക്. അത് നമ്മൾ മനസ്സിലാക്കും. അവരൊക്കെ ചെയ്യുമ്പോൾ നമ്മളതിന് അവർക്ക് ബദലായിട്ട് നിൽക്കരുത്. പറ്റാവുന്നതൊക്കെ സഹായിച്ചു കൊടുക്കണം. 3-4 പേര് ഒന്നിച്ചിഞ്ഞ് വരുമ്പോൾ അവർക്ക് എന്തെല്ലാം കാര്യം സാധിച്ചു കൊടുക്കണം. അതൊക്കെ ആരാ ചെയ്യണം? നമ്മൾ ചെയ്യണം. എന്നെങ്കിൽ അത് അവരുടെ ഭാവി നഷ്ടപ്പെടാതിരിക്കും. പിന്നെ നമ്മൾ എവിടെ ഉണ്ടാക്കുകയോ എവിടെ തിന്നുകയൊക്കെ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇല്ലെന്നേ, ആർക്കും മനസ്സിലാകുന്നില്ലെന്നേ അതൊന്നും. എല്ലാവരും ചുമ്മാ ദൂരത്തടിച്ച് ജീവിക്കുക. ഇത് തിന്നാത്തവരുണ്ട്, അവർക്ക് കൊടുക്കണം. അതാ പറഞ്ഞേ അവരെ രക്ഷിക്കണ്ടേ. ഈ ഭക്ഷണമൊക്കെ വേസ്റ്റാക്കി കളയുന്നേ. അവര് കഴിച്ചില്ലെന്ന് അന്വേഷിക്കുകയും ചെയ്യണം. ഭക്ഷണമൊക്കെ വേസ്റ്റാക്കി കളയുന്നത് എന്തോരാന്നറിയാമോ? അവരൊക്കെ ഇങ്ങനെ പൊതുകാര്യത്തിനായിട്ട് നടക്കുന്നവരാ.
ആ അത് മനസ്സിലാക്കണം. പൊതുകാര്യത്തിലോട്ട് നടക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുന്നില്ല. അല്ലാതെ അവനവൻ്റെ കാര്യം സുഖമായിട്ട് നോക്കി നോക്കി പോയാൽ മതി എന്നും പറഞ്ഞ് നടക്കുമല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എങ്ങനെ എല്ലാരും എങ്ങനെയായാലും കുറച്ച് പേര് ഇങ്ങനെ കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഈ ലോകം എന്നതാകും. കുറച്ച് പേരെ കഷ്ടപ്പാടുകളുടെ ഫലം കൊണ്ടാണ്. അപ്പൊ അത് മനുഷ്യൻ നോക്കണം. മറ്റുള്ളവരെ ഞാൻ നോക്കണം, എന്തെങ്കിലും രക്ഷപ്പെടുമോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അല്ലാതെ ആരെങ്കിലും കാണിക്കുകയോ പറയുകയോ ചെയ്യുന്ന കണ്ടുകൊണ്ട് നമ്മൾ അതിനായിട്ട് വഴക്കുണ്ടാക്കാനും കുറ്റം പറയാനും ഒന്നും പോകരുത്. എല്ലാത്തിനും അതിൻ്റെ കഷ്ടപ്പാടുണ്ടെന്നേ. ഒന്നുകൂടെ അവരോട് ചോദിച്ചും അവരോട് സമാധാനം പറഞ്ഞു കൊടുക്കണം. രക്ഷയുടെ വഴി അതുകൊണ്ട് നമുക്ക് ക്ഷീണിച്ച് പോവുകയില്ല, നമുക്കൊരു ദോഷം ഉണ്ടാവുകയില്ല. ഇല്ല, നമുക്ക് ഭാവിയിലേക്ക് തന്നെ അത് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലതാകുകയുള്ളൂ. ഇന്നുള്ളവർക്ക് അറിയത്തില്ലെന്നേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെ വളരെയധികം രക്ഷയുള്ള കാര്യമാണ്. ഇന്നുള്ളവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭാവി മുന്നോട്ട് പോകാൻ നല്ല കാര്യം. എങ്ങനെ ജീവിക്കാന്ന് മാത്രമേ ഉള്ളൂ ഇന്ന്. പുറത്തെ വെയില വൈകുന്നേരം ആയതേ ഭയങ്കര ചൂടല്ലേ? വൈകുന്നേരം ആയതേ ഉള്ളൂ ഭയങ്കര ചൂടല്ലേ? ഇപ്പം വൈകുന്നേരം ആയതേ ഉള്ളൂ, സമയം 5:30 ആയതേ ഉള്ളൂ. 5:30 ആയേ ഉള്ളൂ. ഭയങ്കര വെയിലല്ലേ പുറത്ത്? പുറത്തൊക്കെ ഇറങ്ങി വണ്ടിയിലൊന്നും പോകത്തില്ല, കയ്യും കാലെല്ലാം പൊള്ളുക. അങ്ങനെ വെയിലില്ലാതാണ്. വെയിലുണ്ട്, ഭയങ്കര വെയിലാണ്. സിറ്റൗട്ടിൽ കൊണ്ട് ഇരുത്തിയാ മതി, വാടിപ്പോവും. സിറ്റൗട്ടിൽ കൊണ്ട് ഇരുത്താം അമ്മേനെ. അമ്മ വാടിപ്പോകൂന്ന്, അതുപോലെ ചൂടാ. വാടിപ്പോകൂന്ന്, വാടി തളർന്നു പോകുന്നു. വാരിയല്ല വാടി, വാടി തളർന്നു പോകുന്നു. സിറ്റൗട്ടിൽ പോയി ഇരുന്നാ മതിന്ന്. വെയിലിന്റെ ചൂട് കൊണ്ട്, വെയിലിന്റെ ചൂട് കൊണ്ടേ. കേലിക്കുട്ടി അമ്മേനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യുവോ? എന്നാ ആവശ്യമില്ലാത്തത്, അതിന്റെ ആവശ്യമില്ലല്ലോ. ആവശ്യമില്ലാത്ത കാര്യമൊന്നും എലിക്കുട്ടിയമ്മയോട് പറയണ്ട. അവരവരുടെ ആവശ്യ കാര്യങ്ങളൊക്കെ അന്നാരൊക്കെ നടത്തിയാൽ മതി എല്ലാവരും. ഇപ്പൊ ഉഷാറായല്ലോ, ഉഷാറായല്ലോ. അയ്യോ ഞാനില്ല രോഗം പറയാൻ ഉഷാറായല്ലോ. ഉഷാർ ഉഷാറൊന്നും നോക്കണ്ട. നമ്മൾ ചെയ്ത് വരുമ്പം അതൊക്കെ ആയിക്കോളും. ഉഷാറായിക്കോളും. അത് തന്നെ കണ്ടോ, അതാ പറഞ്ഞേ, ഇതൊക്കെ ചെയ്ത് വരുമ്പോ ആയിക്കോളും. അതൊന്നും പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യം. പോകുമ്പോ പിന്നെ അത് ഇരട്ടിക്കരിക്കാം. കിടക്കാൻ പോണം, മയങ്ങാൻ പോണം. ഈ ലൈറ്റും കൂടെ ഇട്ട് എത്ര ചൂട്. ഞാൻ കിടക്കാൻ പോവാം. കിടക്കാൻ പോവാം. ഇതുവരെ കിടന്നില്ലേ? ആണല്ലേ? എന്നായിരുന്നു പരിപാടി? പരിപാടി എന്നാ ഓരോ കൂട്ടുമ്പോ പുറകെ നടക്കുമല്ലോ. ആരുടെ? ജോമോന്റെ പുറകെയാ? ജോമോന്റെ പുറകെയൊന്നുമല്ല. പിന്നെ എനിക്ക് വേറെ പല കാര്യങ്ങൾ നടത്താനുണ്ടായി. പുറത്ത് മിറ്റടിക്കുമായിരുന്നോ? അതോ പശുവിന് പുല്ലി എത്താൻ പോയതാണോ? പശുവിന് പുല്ലി എത്താൻ പോയതാണോ? എന്നാത്തിന്? പശുവിന് പുല്ലി എത്തിക്കൊണ്ട് പോയി എന്റെ സന്ധ്യയായിപ്പോ. സന്ധ്യയമ്മ സന്ധ്യയപ്പോഴല്ലേ പുല്ലി എത്താൻ പോണത്? സന്ധ്യ മയങ്ങുമ്പോ പുല്ലി എത്താൻ പോകും. അതൊക്കെ ഒരു കണക്കുണ്ട്. അതുവരെ ഇവിടെ കുത്തിയിരിക്കും. സന്ധ്യ ആകുമ്പോ ഇറങ്ങും. സന്ധ്യ ആകുമ്പോ ഇറങ്ങിയാല് പുല്ല് കാണത്തുള്ളൂ എന്നാ പറയുന്നത്. മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോ ഞാൻ അതുങ്ങൾക്കും കൊടുക്കുന്നത്. രാവിലെ കുഴപ്പമില്ലായിരുന്നല്ലോ. ദേഷ്യത്തില കലിപ്പിലാണല്ലോ. രാവിലെ കുഴപ്പമില്ലായിരുന്നല്ലോ. സമയങ്ങളിലൊക്കെയാട്ടോ. രാവിലെ കുഴപ്പമില്ലായിരുന്നല്ലോ. കിടക്കണ്ടെന്ന് പറഞ്ഞാ കിടക്കുവോ? രാവിലെ നല്ല ഹാപ്പിയായിരുന്നല്ലോ. ആര് പറയാനത് കിടക്കണ്ട? പറഞ്ഞാലും പറഞ്ഞില്ലേ. ക്ഷീണം വരുമ്പോ കിടക്കണ്ടേ? നല്ലേ ക്ഷീണം വരുമ്പോ കിടക്കണ്ടേ? പിന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. സമയത്തുള്ള ഭക്ഷണം ഇതെല്ലാം നടക്കണ്ടേ? അതൊക്കെ എല്ലാം പറഞ്ഞോണ്ടിരിക്കാൻ പറ്റുമോ? ഒരു വകപ്പെട്ട പണിയാ. ഇതൊക്കെ മനുഷ്യര് പറഞ്ഞിട്ടുള്ള അതൊക്കെ നേരത്തെ അല്ല. എന്നോട് വഴക്കുണ്ടാക്കുവാ? ഒന്നുമില്ല. അമ്മ എന്നെ വഴക്ക് പറഞ്ഞ ഞാൻ ഇവിടുന്ന് പോകും കേട്ടോ. അമ്മ വഴക്ക് പറഞ്ഞ ഞാൻ പോകുന്നു. വഴക്ക് പറഞ്ഞു? ആര്? അമ്മ. എലിക്കുട്ടി. ഞാനാരെ? എന്നെ. നിന്നെയോ? എന്നാത്തിൽ നീ ഇവിടെ എന്നെ കാണിച്ചത്? ഞാൻ എന്നെ വഴക്ക് പറഞ്ഞതൊക്കെ കാര്യമൊന്നും ഉണ്ടായില്ല. അമ്മ അങ്ങനെ ഫാസ്റ്റായിട്ട് പറഞ്ഞെന്ന് മാത്രമല്ലേ ഉള്ളൂ. നിനക്ക് ദേഷ്യമായിട്ട് തോന്നണത്. അമ്മ കടിപ്പിച്ചൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞ അത്രേ ഉള്ളൂ. ഇത്ര ഈ പറയുന്നതിന് ഭാരം അല്ലേ?
ആ പ്രാർത്ഥനയുടെ മൂച്ചിൽ അമ്മ അങ്ങോട്ട് പറഞ്ഞു പോയതാ. എൻ്റെ കാര്യമായാലും അറ്റവും മൂലയൊക്കെ ആയിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരും, കുറേ കഴിയും. ഓരോന്ന് ചെയ്തു വരുന്നു. വന്ന് ചായ കുടിക്കോ മതി? അതൊക്കെ ശരിയാ, മാറ്റങ്ങൾ വരും. ആരോടാ കുടിച്ചില്ലേ? അമ്മ പറഞ്ഞാലേ കേൾക്കുള്ളത്. അതിപ്പോ വേണമെങ്കിൽ കുടിക്കാൻ പറ്റില്ല. ഇല്ല, അമ്മയൊന്ന് പറയാൻ ചായ കുടിക്കാൻ. അത് പറഞ്ഞിട്ട് എന്നാ കാര്യം? ആ പറയുമ്പോഴല്ലേ ചിലവര് കുടിക്കുള്ളൂ. അത് പറയേണ്ട ആവശ്യമില്ലെന്നേ. അവനവന്റെ ആവശ്യം അവനോട് അറിയാം. എന്നിട്ട് അമ്മ എന്തിനാ ഇവാനോട് പറഞ്ഞു ഇവിടെയുള്ളവരൊന്നും അതനുസരിച്ച് നടത്തിയാൽ മതി. എടുത്ത് കുടിച്ചോ. അതനുസരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കണം. അറിയാമോ? മറ്റുള്ളവർ ഇവിടെ ഉള്ളവരങ്ങ് കയറി എടുത്തങ്ങ് തിന്നാ മതി. ഇപ്പൊ ഒരാൾ കൊടുക്കണം എന്നുണ്ടോ? അവരവർക്ക് വേണ്ടത് അവരവര് വിളമ്പി തിന്നുക, അത്ര തന്നെ. അവരവർക്ക് വേണ്ടതേ മേലാത്തവരൊന്നും അല്ലല്ലോ, ആവതുള്ളവരൊക്കെ അല്ലേ. അവരൊക്കെ അവരവർക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ അങ്ങ് എടുത്ത് കഴിച്ചാൽ പോരെ. ഞാനിവിടെ വരുമ്പോ ഇവിടെ 2-3 ആണുങ്ങളുണ്ടായിരുന്നല്ലോ, അവരൊക്കെ അടുക്കളയിൽ കയറി എടുത്ത് തിന്നുന്നാ ഞാൻ കണ്ടിരിക്കുന്നത്. എലിക്കുട്ടിയമ്മ ഇവിടെ ഉണ്ടാക്കി വെക്കും. അവരല്ല അവരുടെ ആവശ്യം അനുസരിച്ച് അവർ വിളമ്പി തിന്നും. അങ്ങനെ ചെയ്തോണ്ട് കുഴപ്പമില്ല, ആർക്കും ദോഷമില്ല. ദോഷമില്ല, ശരിയാ. ഞാൻ എടുത്തു കൊടുത്തില്ലല്ലോ, എന്റെ കെട്ടിയാൻ തന്നെ എടുത്തു. പറച്ചിലും പേറ്റും കൊഴുക്കൊന്നും അത് തന്നെ അവനെ ഇഷ്ടമുള്ള എടുത്ത് കഴിക്കുമ്പോ തന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, കൂടിപ്പോയി കുറഞ്ഞു പോയി. പൊതുവേ ഉള്ള കാര്യം ചെയ്യേണ്ടത് അതൊക്കെ. അത് നമ്മളെ ഭാഷയൊന്നും പിടിക്കണ്ട. എല്ലാം പറ്റും കൃത്യമായിട്ട് ചെയ്യുന്നത് ഓർക്കണ്ട. നടക്കണ കാര്യമല്ലല്ലോ എല്ലാം കൃത്യമായിട്ട് ചെയ്യാനായിട്ട്. 100% പെർഫെക്റ്റ് ആകാൻ ആരെങ്കിലും പറ്റുമോ? ഇതൊക്കെയെന്ന് പറയുമ്പോ പൊതുകാര്യം പഞ്ചായത്ത് കാര്യമായി. പൊതുകാര്യം വേണം നടത്തിവിടെ. പൊതുകാര്യം നടത്തണേ നമ്മളെ രാഷ്ട്രീയക്കാരവിടെ നടത്തിക്കോളും, ഗവൺമെന്റ് നടത്തിക്കോളും. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി. അല്ലെ പൊതു എല്ലാവരുടെ വീട്ടിലെ കാര്യമൊക്കെ നോക്കാൻ ചെന്നാൽ നമ്മളെ ഓടിച്ചു വിടും. അതൊന്നും പറ്റിയല്ല. അന്ന് അമ്മ എങ്ങനെയല്ലേ പറ്റാവുന്നതൊക്കെ ചെയ്യണം. ഒരു മനുഷ്യന് വേലാത്തതോ പ്രായം ചെന്നതോ ഒന്നും ചെയ്യാൻ മേലാത്തോ ഒക്കെയാണെങ്കിൽ അതിൽ പറ്റാവുന്നതൊക്കെ അത് കുഴപ്പമില്ല. എല്ലാവരും വീട്ടിൽ കയറി ഇടപെടാൻ അത് കുഴപ്പമില്ല. അതിനൊന്നും ആളില്ല ഇപ്പം, ആർക്കും അതിനൊന്നും സമയമില്ല. ആൾക്കാരുണ്ട് ഇവിടെ, ആൾക്കാരും ഇല്ല. അതിലെ പറഞ്ഞേ സമയമില്ലെന്ന് പറഞ്ഞു. വീട്ടിലുള്ളവരെ പോലും നോക്കാൻ ആൾക്കാർ. അതാ പറഞ്ഞേ സമയമില്ലാന്ന് പറഞ്ഞ ആൾക്കാർക്ക്. എല്ലാവരും പറഞ്ഞ നമ്മളൊക്കെ ഇനി പോയി വല്ല വൃത്തമന്ത്രം വഴിയും പോയി കിടക്കാന്ന്. അതൊക്കെ വേണ്ടി വരും എലിക്കുട്ടിയമ്മ. പക്ഷെ അതുവരെ ഒന്ന് ഇരുത്തിയല്ലോ ചോമാൻ. ഒരു പഴങ്ങ കഴിച്ചാലോ? ഒരു പഴങ്ങ തിന്നാലോ? ഒരു പഴങ്ങ കഴിച്ചാലോ? പഴം ഒരു പഴങ്ങ തിന്നാലോന്ന്. വേണ്ട, ഇത്രയൊക്കെ പറഞ്ഞേ എനർജി മുഴുവൻ പോയില്ലേ? ശ്വാസം പിടിച്ച് എന്ത് വർത്താനായിരുന്നു. അതാരാ? അത് മനുഷ്യൻ. ആരാരാന്നൊന്ന് ചോദിച്ച അമ്മ എന്തെങ്കിലും ഒന്ന് പറയത് ജോമാനാണെന്ന് പറയുമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഈ ചോദ്യം മുഴുവൻ ചോദിക്കുന്നത്. എന്തമ്മേ ജോമാനാന്ന് പറഞ്ഞാലോട്ട് അമ്മയോട്ട് അംഗീകരിക്കത്തുമില്ല. അതാ എനിക്ക് മനസ്സിലാവാത്തത്. സാബുവാന്ന് പറയുകയാണെങ്കിൽ പിന്നെ പറയാ സാബുവാന്ന് ഇങ്ങനെ സമ്മതിക്കുമെങ്കിലും ചെയ്യും. അതൊക്കെ ചെയ്യാവുന്നത് ചെയ്യേണ്ടാത്തത് മാറ്റി വെക്കണം. പോയേക്ക, അമ്മയോടെ കിടക്കണ്ടേ? ഞങ്ങൾ പോവാട്ടാ. ടാറ്റ. അവിടെ കിടന്നോ? കിടക്കാൻ കഞ്ഞി കുടി എന്നുവെച്ചും പ്രാർത്ഥിച്ചും കിടക്കാൻ പോകും. കിടക്കാൻ സമയമൊന്നും ആയില്ല. വൈകുന്നേരം ആകുന്നേ ഉള്ളൂ. വിവാനൊക്കെ ഇനി കോളേജിൽ നിന്ന് വരാൻ കിടക്കണം. 15 മിനിറ്റ് വിവാനൊക്കെ വരാൻ കിടക്കുന്നു. 5:45. പതുക്കെ പ്രാർത്ഥിച്ചു. ഒത്തിരി ഒച്ചയെ പ്രാർത്ഥിക്കണ്ട കേട്ടോ.